വീഡിയോ കാണുമല്ലേ? എങ്കിൽ നടുവൊന്നും വളയ്ക്കാതെ കഴുത്തിങ്ങനെ ഒടിച്ചു മടക്കി വെക്കാതെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് കണ്ടൂടെ? അല്ല, ഇതിപ്പോൾ എന്താ സംഭവം? ഇവളെന്തിനാ ഇങ്ങനെ ഒന്ന് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു ചെറിയ കാര്യമുണ്ട്. നേരെ നിൽക്ക്, നേരെ നടക്ക്, അല്ലെങ്കിൽ കൂടി ഇരിക്കരുത് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് മടുത്തിട്ടുള്ളവരുണ്ടാവും അല്ലേ? മടുത്തിട്ടുണ്ടെങ്കിലും ആ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ബോഡിയുടെ പോസ്ചർ അത് ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എങ്ങനെയാണെന്നല്ലേ, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ശരിക്കും ഒരു ഗുഡ് പോസ്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഒരു ഗുഡ് പോസ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള മസിൽസും ലിഗമെൻസും ബോൺസിനും ഒന്നും ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ കൊടുക്കാതെ ബോഡിയെ ഒരു വെൽ അലൈൻഡ് ആയിട്ട് ഒരു ബാലൻസിൽ കീപ്പ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിനെ ഗുഡ് പോസ്ചർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഫോൺ കാണുമ്പോഴും ബുക്ക് വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ബോഡി ബെൻഡ് ചെയ്തും കഴുത്ത് കുനിച്ചും നമ്മുടെ ബോഡിയുടെ പല മസിൽസിനും സ്ട്രെസ്സ് കൊടുത്തും സ്ട്രെയിൻ കൊടുത്തുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിലുള്ള മസിൽസും ലിഗമെൻസും ഒക്കെ ഓവറായിട്ട് വർക്ക് ചെയ്ത് സ്ട്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പോസ്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങളൊരു സൈഡ് വ്യൂ ഉള്ളൊരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ചെവി മുതൽ ലെഗ് വരെ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പം ശരിക്കും കറക്റ്റ് പോസ്ചർ ഉള്ള ഒരാൾക്ക് ചെവി, ഷോൾഡേഴ്സ്, ഹാൻഡ്സ്, ഹിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വെൽ അലൈൻഡ് ആയിട്ട് വരും. എന്നാൽ പോസ്ചറിൽ പ്രശ്നമുള്ള, അതായത് ബാഡ് പോസ്ചറിലുള്ള ഒരാളാണെങ്കിൽ ഇതൊന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കില്ല വരിക. ചിലർക്ക് ഈ ബാഡ് പോസ്ചർ മുന്നോട്ട് തള്ളി നിൽക്കുന്ന നെക്കും ഹെഡും ഒക്കെ ആയി വരാം. മറ്റ് ചിലർക്ക് എന്നാൽ റൗണ്ടഡ് ആയിട്ടുള്ള ഷോൾഡേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. എന്നാൽ ചിലർക്ക് ഈ ഒരു ചെരിവ് ഷോൾഡേഴ്സിനൊക്കെ ആയിട്ട് അങ്ങനെയും വരാം. പിന്നെ ചിലർക്ക് വരുന്നത് ഹിപ്പ് സൈഡിലൊക്കെ ആയിട്ടായിരിക്കും ഒരു കൂടുതലായിട്ട് തള്ളി നിൽക്കുന്നത് പോലെയൊക്കെ വരുന്നുണ്ടാവുക. ശരിക്കും നമ്മുടെ ബോഡിയുടെ പോസ്ചർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു TMJ പ്രശ്നം ബോഡിയിൽ ഉണ്ടെങ്കിൽ ബോഡിയിൽ ഒരു ഡോമിനോ എഫക്റ്റ് തന്നെ ഉണ്ടാവും. ഡോമിനോ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ശരിക്കും ഒരു ഇവൻറ്റ് മറ്റൊരു ഇവൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു ഇവൻറ്റിൻ്റെ ചെയിൻ ഓഫ് റിയാക്ഷൻ പോലെ ഇങ്ങനെ നടക്കുന്ന കുറേ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഡോമിനോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ബോഡിയിൽ ഒരു തെറ്റായ പോസ്ചറാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ബോഡിയിലെ മറ്റ് പല മസിൽസും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയുടെയും നെക്കിൻ്റെയും ഒക്കെ അവിടെയുള്ള പല മസിൽസും ഓവറായിട്ട് വർക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് TMJ പ്രശ്നം ഉണ്ടാവുന്നത്. എന്നാൽ TMJ പ്രശ്നമുള്ള ഒരാൾക്കാണെങ്കിൽ അവർക്ക് ബോഡി പോസ്ചറിലെ പ്രശ്നം ആദ്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ TMJ പ്രശ്നമാണ് അവരുടെ തുടക്കമെങ്കിൽ അവിടെയും ഈ സിമിലർ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മുടെ ബോഡിയുടെ മറ്റ് പല മസിൽസും ആ ഒരു പ്രശ്നത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്ത് നമുക്ക് TMJയുടെ പ്രോബ്ലംസും പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. TMJയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന ഈ രണ്ട് സൈഡിൽ അല്ലെങ്കിൽ ഈ TM ജോയിൻറ്റിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഒരു വേദനയാണ്. കൂടാതെ നമ്മൾ ഒരു ക്ലിക്ക് സൗണ്ട് അല്ലെങ്കിൽ ഒരു ടിക് ടിക് സൗണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ ഈ പപ്പടവും മുറുക്കും ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ടിക് ടിക് സൗണ്ട് അല്ലാതെ ഉണ്ടാവുന്ന ഒരു സൗണ്ട്, വായിലൊന്നും ചവയ്ക്കാതെ തന്നെ വാ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് പുട്ടിൻ്റെ വീര പോലെ ശരിക്കും കഴുത്ത് വേദന, നടുവേദന, കൈകാലിന് വേദന, അങ്ങനത്തെയുള്ള പല ബാക്ക് പെയിൻസ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ഇന്ന് പോസ്ചറൊക്കെ കറക്റ്റ് ചെയ്യുന്ന പല വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ മുന്നേ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതിൻ്റെ റീസണാണ് മനസ്സിലാക്കേണ്ടത്. ഈ പോസ്ചർ അല്ലെങ്കിൽ ഒരു ബാഡ് പോസ്ചർ എനിക്ക് എങ്ങനെ വന്നു, അതിപ്പോൾ എൻ്റെ നടപ്പും ഇരിപ്പിൻ്റെയും പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ നമുക്ക് ചിലപ്പം ജസ്റ്റ് പോസ്ചർ കറക്ഷൻസ് എക്സസൈസസ് മാത്രം മതിയായിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ പോസ്ചർ പ്രശ്നങ്ങൾ കാരണം നമുക്ക് TMJ പ്രോബ്ലം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി TMJ പ്രശ്നം കാരണമാണോ എനിക്ക് ഈ പോസ്ചറിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബാഡ് പോസ്ചർ വന്ന് ഈ വേദനകളൊക്കെ വന്നത് എന്നാണ് വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ന്യൂറോമസ്കുലർ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് ഇതിലേതാണ് എൻ്റെ കറക്റ്റ് ഡയഗ്നോസിസ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വെളുക്കാൻ തെച്ചത് പാണ്ടാവും എന്നുള്ളൊരവസ്ഥയിൽ ലാൻഡ് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലോ ബുദ്ധിമുട്ടുകളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ന്യൂറോമസ്കുലർ ഡെന്റിസ്റ്റിനെ തന്നെ കാണുക. എന്നിട്ട് അതൊന്ന് എവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം അവരുടെ ഗൈഡൻസിൽ പ്രകാരം മാത്രം പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ട്രീറ്റ്മെൻറ്റ്സും നോക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ശരി, താങ്ക് യു.